പുഞ്ചിരിമുറ്റത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള കാഴ്ചകൾ TV പ്രസാദ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. TV പ്രസാദ് ഇത് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ ഒരു സ്ഥലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒന്നും അവശേഷിക്കുന്നില്ലല്ലേ TV പ്രസാദ്? ഇവിടെ സങ്കടകരമായ കാഴ്ചയാണ്. അരുൺ പറഞ്ഞത് തന്നെയാണ്. അതായത് നിരവധി വാഹനങ്ങളാണ് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റുന്നത്. അവിടേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ മാധ്യമങ്ങൾ എത്തിയിരുന്നില്ല, രക്ഷാപ്രവർത്തകരെത്തിയിരുന്നില്ല, ഇപ്പോൾ കാണുന്ന ഹിറ്റാച്ചിയും ഒന്നും എത്തിയിരുന്നില്ല. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇന്നലെ ഉച്ചയോടു കൂടിയാണ് നമ്മളിവിടെ എത്തുന്നതും ഇവിടുത്തെ തത്സമയ വിവരങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതും. അതിന് പിന്നാലെയാണ് കൂടുതൽ ആളുകൾ ഈ ഭാഗത്തേക്ക് വരുന്നത്. അരുൺ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം, അതിൻ്റെ തൊട്ട് മുകളിലുള്ള വെള്ളരിപ്പാറയിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. അവിടെ നിന്ന് വരുന്ന ആദ്യ ഭാഗത്തുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് 32ലധികം വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇതിലാകെ ബാക്കിയുള്ളത് 10 വീടുകൾ മാത്രമാണ്. ഏതാണ്ട് 20ലധികം വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഹിറ്റാച്ചി തിരയുന്ന, ഈ മേൽക്കൂര മാറ്റി തിരയുന്ന വീട്ടിനുള്ളിൽ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെയുള്ള ഏതാണ്ട് 30ലധികം ആളുകളെയാണ് കാണാതായത്. പലയിടങ്ങളിലും ബന്ധുക്കൾ അന്വേഷിച്ചു, ക്യാമ്പുകളിൽ അന്വേഷിച്ചു, മോർച്ചറികളിൽ അന്വേഷിച്ചു. പക്ഷേ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ മാറ്റുന്നത് വീടിൻ്റെ മേൽക്കൂരയിലാണോ ഇപ്പോൾ ഈ JCB ഇരിക്കുന്നത്, അതേ താഴ്ന്ന നിരപ്പിലാണോ ഇരിക്കുന്നത്? നമുക്ക് ആ പ്രദേശത്തെക്കുറിച്ചൊരു ധാരണയുമില്ല, നമുക്ക് ആരോടും ചോദിക്കാൻ ആരും അവശേഷിക്കുന്നതുമില്ല. ഇത് വീടിൻ്റെ മേൽക്കൂരയിലാണോ ഈ JCB ഇപ്പോൾ തിരയുന്നത്? മേൽക്കൂരയിൽ നിന്നുകൊണ്ടാണോ തിരയുന്നത്, അതോ താഴ്ന്ന പ്രദേശത്താണോ നിൽക്കുന്നത്? അതായത് തറനിരപ്പിലാണോ അതോ ആ കെട്ടിടത്തിൻ്റെ ഒരു നില ഉയരത്തിലാണോ JCB? അതെ, അല്ല, അരുൺ, ഈ വീടിൻ്റെ ഉയരത്തോളം കല്ലുകളും മണ്ണുകളും വന്നു നിറഞ്ഞ് വീടിൻ്റെ മേൽക്കൂര അപ്പാടെ മൂടിപ്പോയി. ആ വീടിൻ്റെ മേൽക്കൂരയാണ് ഇപ്പോൾ ഹിറ്റാച്ചി പൂർണ്ണമായി മാറ്റിയത്. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അതിനകത്തേക്ക് കടക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ ആളുകളെ കാണാതായിട്ടുണ്ട്. ഒരുപക്ഷെ രക്ഷാപ്രവർത്തകർ സംശയിക്കുന്നുണ്ട്. ഈ മേൽക്കൂര മാറ്റിയതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തകരുടെ ആദ്യ പരിശോധനയാണ്. ഫയർഫോഴ്സ് സംഘമാണ് ഹിറ്റാച്ചിയെ നയിക്കുന്നത്. അവരുടെ കൂടെ ഫയർഫോഴ്സ് സംഘങ്ങൾ മറ്റുള്ളവരുണ്ട്, NDRF ഉണ്ട്, സേനയുണ്ട്. ഇതിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന ഒരു സംശയത്തിലേക്കാണ് ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇതിനകത്ത് ആളുണ്ടെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ സ്ലാബാണ് ഇന്നലെ ചുറ്റിക വെച്ച് അടിച്ച് തകർക്കാൻ ശ്രമിച്ചത്. അതിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. നമ്മൾ ഇന്നലെ സുദേവൻ്റെ വീട്ടിലും നാസറിൻ്റെ വീട്ടിലും കണ്ട അതേ സ്ഥിതി തന്നെയാണ് ഇവിടെയും ഉള്ളത്. കൂറ്റൻ മരങ്ങളുണ്ട്, വലിയ പാറ കഷ്ണങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഈ വീട് എന്നതാണ്. ഒരു നിമിഷം തുടരണം, നമുക്ക് അവരിപ്പോൾ വീണ്ടും മടങ്ങുകയാണ് രക്ഷാപ്രവർത്തക സംഘം. എനിക്ക് തോന്നുന്നു TV പ്രസാദ്